അത് കള. ഫസ്റ്റ് നൈറ്റ് സ്വപ്നം കണ്ടതല്ലേ? സ്വപ്നം താമസിയാതെ യാഥാർത്ഥ്യമാക്കി തരാം. പോരെ? അതെ, ഇനി എക്സാം കഴിയുന്നതുവരെ സുധീഷ് എവിടെ വിളിച്ചാലും ഞാൻ വരില്ല. എക്സാം കഴിഞ്ഞാ പിന്നെ എവിടെ എപ്പോ വിളിച്ചാലും വരുമല്ലോ. അതൊക്കെ മുറപ്രകാരമുള്ള കല്യാണം കഴിഞ്ഞിട്ട്. കല്യാണം മനസ്സിലായി, മുറപ്രകാരം എന്നുള്ളത് മനസ്സിലായില്ല. സുധീഷിന്റെ അച്ഛനെയും കൂട്ടി എന്റെ ചേച്ചി വന്ന് കണ്ട് പെണ്ണ് ചോദിക്കണം. അയ്യോ, ഫാസ്റ്റ് പാർവതിയുടെ അനിയത്തിയാണ് ഞാൻ കെട്ടാൻ പോണെന്ന് അച്ഛൻ അറിഞ്ഞാലേ അന്ന് തന്നെ എന്നെ പാർസലാക്കി പാരീസിലേക്ക് അയക്കും. എന്താ എന്റെ ചേച്ചിക്ക് ഒരു കുറവ്? ഏയ്, ഒരു കുറവുമില്ല, എല്ലാം കൂടുതലാ. എന്തോന്ന്? അല്ല, ഒരു എല്ല് കൂടുതലാണെന്ന്. എന്നാ എന്നെ കെട്ടണ്ട. കെട്ടും. ഒരു ദിവസം പല്ലവിയുടെ കൈ പിടിച്ച് ഞാൻ എന്റെ വീട്ടിലേക്ക് കയറി ചെല്ലും. അച്ഛന്റെ മുഖത്ത് നോക്കി പറയും, ദിസ് ഇസ് മൈ വൈഫ്. അങ്ങനെ പറഞ്ഞ അച്ഛന് മനസ്സിലാവും, റിട്ടയർഡ് മിലിറ്ററിയാ. മനസ്സെവിടെയായിരുന്നു? സ്വർഗത്തില്. തനിച്ചോ? അല്ല, കൂടെ പാർവതി ഉണ്ടായിരുന്നു. എങ്ങനെയുണ്ട്? ഇപ്പൊ കണ്ട ഒരു സൂപ്പർ സിനിമാ താരത്തിന്റെ മട്ടുണ്ട്. അത് നുണ. സത്യമായിട്ട് നേരാ. ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാൻ കൊതിയാവുന്നു. ഹലോ, ആരാ? സുധീഷിന്റെ അമ്മയും ഞാനും ഒരച്ഛന്റെ മക്കളാ. അപ്പോ അങ്കിൾ സുധീഷ് കരുണാകരൻ മുതലാളിയുടെ മകനല്ലേ? ഇതുപോലെ ഒത്തിരി ഗസ്റ്റ് ഹൗസ് ഉണ്ട്, അവിടെ കാണും. ഇന്ന് വരില്ലേ? നിങ്ങൾ തമ്മിലുള്ള ബന്ധം പ്രേമം, അത് മാത്രമേ നടക്കൂ. ജീവിതം പോക്കാ. അങ്കിൾ, ഉപദേശമല്ല, താക്കീതാ. മോളെ പോലെ ഒത്തിരി പേരോട് ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അനുസരിച്ചവരൊക്കെ രക്ഷപ്പെട്ടു. പക്ഷെ സുധീഷ് എന്നെ വിവാഹം... ഇത് കേട്ട് കേട്ട് മടുത്തു മോളെ. ഇപ്പൊ ഞാൻ പറഞ്ഞ മനസ്സിലാവില്ല. നിന്റെ ചേച്ചിയുണ്ടല്ലോ, പാസ് പാർവതി, അവൾക്കറിയാം കരുണാകരൻ മുതലാളിയുടെ തനി സ്വഭാവം. മേലിൽ നീ ഇവിടെ വന്നു പോകരുത്, പോയിക്കോ. കാര്യം പറയുമ്പോ കരയുന്ന എന്തിനാ? എനിക്കിനി അതിനല്ലേ കഴിയൂ. എന്റെ പഠിപ്പും ജീവിതവും നശിച്ചു. അതിന് ഉത്തരവാദിത്വം ഞാനാണോ? നിന്റെ ചേച്ചിമാരല്ലേ? ചേച്ചിമാരുടെ സ്വഭാവങ്ങളും ഗുണങ്ങളും നോക്കിയിട്ടാണോ സുധീഷ് എന്നെ സ്നേഹിച്ചത്? അല്ല, തെറ്റുപറ്റി. അതുകൊണ്ടാ ഇപ്പൊ തിരുത്തുന്നത്. നിന്റെ ചേച്ചിമാരുടെ കാര്യങ്ങളെ നാട് മുഴുവൻ പാട്ടാ. നമ്മൾ രണ്ടുപേരും പുറത്തിറങ്ങി നടന്നാലുള്ള സ്ഥിതി നീ ഒന്ന് ആലോചിച്ച് നോക്ക്.
ആലോചിച്ചിട്ട് തീരുമാനം സുധീഷിനെ അറിയിക്കാം. അപ്പൊ ഒന്ന് കണ്ടാ മതി. രവി എന്താ ഓടി വരുന്നത്? ചെലപ്പോ വാട്ടർ വാസ് പുറകെ കാണും. ചേച്ചി വീട്ടിലേക്ക് വേഗം ചെല്ലാൻ പറഞ്ഞു. എന്തിനാ? പല്ലവിയുടെ കോളേജിൽ നിന്ന് ആരോ വന്നിട്ടുണ്ട്. എന്താണാവോ കാര്യം? ആ, നിങ്ങൾ ഈ പച്ചക്കറികളൊക്കെ അരിഞ്ഞു വെക്ക്, ഞാൻ പോയിട്ട് വരാം. കൂടപ്പറപ്പുകൾക്ക് വേണ്ടി ഇങ്ങനെ കഷ്ടപ്പെടുന്നവരെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. എടാ ഞാനും കഷ്ടപ്പെടുന്നുണ്ട്, എന്നിട്ട് നീ എന്താ കാണാത്തെ? അപ്പോ ഞാൻ ഉള്ളി ഓ അരിയായിരുന്നു. എന്നാലേ ഇനി നീ ഉള്ളി അരിയണ്ട, ഞാൻ അരിഞ്ഞോളാം. ഇനി കൊണ്ടുവാ. എന്ത്? പല്ലവി ആത്മഹത്യ ചെയ്തിരുന്നു? എവിടെ വെച്ച്? ഹോസ്റ്റലിൽ വെച്ചോ? എന്റെ കത്തും ഫോട്ടോകളും എന്തു വന്നാലും വേണ്ടില്ല, ഒതുക്കിയേക്കണം. ഇല്ല, ഞാൻ വരുന്നില്ല. ഓക്കെ? അവളിങ്ങനെ ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. എന്താ ചേച്ചി എപ്പോഴും പല്ലവിയെ പറ്റി ഓർത്ത് ഇങ്ങനെ കരഞ്ഞോണ്ടിരുന്ന? എന്നെ പറ്റി ചേച്ചിക്ക് ഒരു ഉത്കണ്ഠയും വേണ്ട. ഞാൻ ആർക്കും ഒരു ഭാരവും ആവില്ല. എനിക്കറിയാം ചേച്ചി പല്ലവിയെ എത്രമാത്രം സ്നേഹിച്ചിരുന്നെന്ന്. എന്താ വേണ്ടത്? ഒരു ഫ്രൈഡ് റൈസ്. ആ രവി, ഒരു ഫ്രൈഡ് റൈസ്. ആ ചേച്ചി ചേച്ചി എന്താടാ? ആരാ? ഞാൻ ആരാണെന്ന് നിനക്കറിയില്ല അല്ലേ? എന്റെ പേര് പാർവതി, അതായത് പല്ലവിയുടെ മൂത്ത ചേച്ചി. നീ മരിക്കാൻ വേണ്ടിയാണോ ഇവന്റെ കൂടെ കൂടിയത്? എന്താ സുധീഷ് ഇവരീ പറയുന്നത്? ഇവന്റെ കൂടെ ഇരിക്കുന്നത് എന്റെ കൊച്ചനിയത്തിയ പല്ലവി. നിങ്ങൾക്കിപ്പോ എന്താ വേണ്ടത്? എന്റെ പല്ലവിയെ. അവള് തൂങ്ങിച്ചേർത്തിന് ഞാനെന്ത് ചെയ്യാനാ? അതിന് കാരണക്കാരൻ നീയല്ലേടാ. സത്യമാണോ സുധീഷ്? നിങ്ങൾക്കെന്താ ഭ്രാന്തുണ്ടോ? അതെടി, എനിക്ക് ഭ്രാന്താണ്. കൊന്നളെ ഞാൻ. മിണ്ടിപ്പോ. എന്താ ബഹളം? താനാരാ? സുധീഷിന്റെ അങ്കിളാ ഞാൻ. ഓ, താനാണോ ഈ വേശ്യാലയം നടത്തുന്നത്? എന്ന് പറഞ്ഞാലേ പോകരുത്താൻ പറഞ്ഞോ? അടിച്ചതിനെ. അടങ്ങി നിന്നോളണം, അരിഞ്ഞാളെ ഞാൻ. ഇനി ഒരു പെണ്ണിനെ നീ നശിപ്പിച്ചു എന്നറിഞ്ഞാൽ കഴുത്തിൽ തല കാണില്ല. വീട്ടിലാർക്കും സംശയമൊന്നുമില്ലല്ലോ? സംശയമൊന്നുമില്ല. ചേച്ചി ഒറ്റയ്ക്കാക്കി പോന്നില്ല. എനിക്ക് വിഷമം. നമ്മുടെ കല്യാണം കഴിഞ്ഞ് സെറ്റിൽ ആയതിനു ശേഷം എല്ലാറ്റിനും മാപ്പ് ചോദിച്ചുകൊണ്ട് ചേച്ചിക്ക് ഒരു കത്ത് എഴുതാം. വാ.
അതെ, നമുക്കൊരു ഫോറിൻ ടൂർ നടത്തിയാലോ? സിന്ധുവിന് പാസ്പോർട്ട് ഉണ്ടോ? അതൊക്കെ ഉണ്ട്. സിന്ധുവിന് എവിടെ പോകാനാ ഇഷ്ടം? മൗറീഷ്യസ്. ആഹാ, അവിടെ എന്താ പ്രത്യേകത? അതറിയാനാ അവിടെ പോണോന്ന് പറഞ്ഞത്. വിസ കിട്ടാൻ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ? ആ രാജ്യത്തിന്റെ പ്രധാന വരുമാനം ടൂറിസമാണ്. പിന്നെങ്ങനെ വിസ കിട്ടാതിരിക്കും? ആ, അപ്പോ അടുത്ത മാസം നമ്മുടെ മാരേജ്. ഹണിമൂണിന് നമ്മൾ മൗറീഷ്യസിലേക്ക് പറക്കുന്നു. ഓക്കെ?